അങ്ങനെ തഗ് ലൈഫ് കണ്ടു. പടം എന്താ പറയുന്നത്, ഇതിനുമുമ്പ് ഞാൻ കുറേ റിവ്യൂസ് കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു മിനിമം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷ ഈ പടത്തിനകത്ത്. പക്ഷേ എന്നെ പേഴ്സണലി ഇമ്പ്രസ് ചെയ്യിക്കുന്ന ഒന്നും ഈ പടത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു 3 പേര്. 1 STR, 2 ജോജു, പിന്നെ തൃഷ. ഇവർ 3 പേരും നൈസായിരുന്നു. തൃഷ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് കണ്ടിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഈ പടം ഒരു 10-15 വർഷം മുമ്പുള്ളൊരു സാധനമൊക്കെ കൊണ്ടുവന്ന് വീണ്ടും അതുപോലെ എടുത്തിട്ടേക്കുന്നു. പിന്നെ മണിരത്നത്തിൻ്റെ മേക്കിംഗ് എങ്കിലും പിടിച്ചെടുത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ അതും ഈ പടത്തിൽ അത്ര ഇമ്പ്രസീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് മനസ്സിലാകാത്ത മണിരത്നത്തിനെ പോലൊരു ലെജൻഡറി ഡയറക്ടർ, കമലഹാസനെ പോലൊരു ലെജൻഡറി ആക്ടർ, പിന്നെ കൂടെ ചിമ്പു, ഇത്രയും പേരൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമ്മളെന്താണ് വിചാരിക്കുന്നു, പടം എന്തെങ്കിലുമൊക്കെ കാണും, സംഭവം നൈസായിരിക്കും, എന്തെങ്കിലുമൊക്കെ പടത്തിനകത്ത് കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ പറയുന്നത്, ഒന്നും ഇല്ലാത്ത പോലെ ഇപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് പടം നൈസായിരുന്നു എന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം. അത് കണ്ടിരിക്കണതിൻ്റെ കാരണം തൃശ്ശയും കൂടി ഉള്ളതുകൊണ്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, നമ്മൾ സ്ഥിരം കണ്ട കുറേ സാധനങ്ങൾ അതേ പാറ്റേൺ പിടിച്ച് ഒരു മാറ്റവും ഇല്ലാണ്ട് അതുപോലെ എടുത്തിട്ടുണ്ട്. നീ മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ എടുത്തിരുന്ന് എന്തിനാണെന്നുള്ളത്. അത് ഇത്രയും നല്ലൊരു ടീമായിട്ട് വരുമ്പോഴത്തേക്ക് പടം എന്തായാലും എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കായില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിൽ ജോജു കിട്ടില്ലായിരുന്നു. അങ്ങേരെ പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. ജോജു, ചിമ്പു ഇവർ 2 പേരും കിട്ടില്ലായിരുന്നു. പിന്നെ തൃഷ. ഈ 3 ഫാക്ടറെ എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. പിന്നെ പാട്ടുകളും കൊള്ളായിരുന്നു. വേറെ ഒന്നും എനിക്ക് ഈ പടത്തിൽ അത്ര ദഹിച്ചില്ല.